എനിക്ക് നിങ്ങളെ അഭിപ്രായത്തിൽ ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? അതായത് ഫഹദ് ഫാസിലിനെക്കാട്ടും ഗ്രേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ആക്ടേഴ്സ് ലോകത്തുണ്ടോന്നുള്ളത് ഉണ്ടോ? നിങ്ങൾ ബോൾ ഉണ്ട് ഉണ്ടാവണം അല്ലേ? ഓരോന്നും ഓരോ എനിക്ക് തോന്നുന്നത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ലോകത്ത് തന്നെ എനിക്ക് നമ്മളല്ലെങ്കിൽ ഹോളിവുഡ് ഷാറൂഖ് ഖാൻ എന്താ പറയാ ഷോ സ്റ്റീലർ എന്നൊക്കെ പറയൂലേ? ഏതെങ്കിലും ഷോ നടത്തി അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ നമുക്ക് ഇഷ്ടപ്പെടാന്ന് പറഞ്ഞാല് നമ്മളതൊന്നും പറയാൻ വലിയ ആൾക്കാരൊന്നല്ല, എന്നാലും പറയാണ്. ഇപ്പൊ നമ്മൾ അവരോട് ചോദിക്കുകയാണ് ഇപ്പൊ നിങ്ങള് പിന്നെ ഷോയിലെ ഏറ്റവും ബെസ്റ്റ് ആങ്കർ ആരാണ് താങ്കൾക്ക് താല്പര്യം ഷാറുഖ് ഖാനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഷാറുഖ് ഖാൻ പറഞ്ഞു ഞാൻ തന്നെയാണ്. അത് നമുക്ക് വേറെ ആൾ പറയുകയാണെങ്കിൽ ഒന്ന് അഹങ്കാരിയാന്ന് പറയും. പക്ഷെ നമ്മൾ ഷാറുഖ് ഖാന്റെ സമയത്ത് ഇല്ല, ഹീസ് ദ ബെസ്റ്റ് എന്ന് നമ്മളെപ്പോഴും കരുതും. കാരണം എന്താ, അത്രത്തോളം മനസ്സിന് ആഴത്തിലും അതേപോലെ കഴിവൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ കരുതുന്നത്. അപ്പൊ നമ്മളിപ്പോ എവിടെ എത്തി? ഹാമിൽട്ടൺ ഒന്നും എത്തിയില്ലല്ലേ? എറ്റോബിക്കോ. അപ്പോൾ ഈ അടുത്താണ് ഇവിടെ എന്താ പറയുക എക്ലിപ്സ് കഴിഞ്ഞത്. ടൊറന്റോയിൽ അത്ര വിസിബിൾ ആയിരുന്നില്ല, നയാഗ്രയിലൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഹോം ഡിപ്പോട്ട് എന്താ? ഹോം ഡിപ്പോ എന്ന് പറയുമ്പോൾ ഹോം ഡിപ്പോ പിന്നെ അതുപോലെ തന്നെ കനേഡിയൻ ടയർ എന്നൊക്കെ പറഞ്ഞാല് നമുക്കിപ്പോൾ ഒരു വീട് ഉണ്ടാക്കണം. ഇവിടുത്തെ ആൾക്കാരൊക്കെ കുറെയൊക്കെ കൺസ്ട്രക്ഷൻ ഒക്കെ ജോലി ചെയ്യുന്നവരായിരുന്ന പോലും ചിലവരൊക്കെ അവരുടെ വീട് സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കും. അപ്പൊ ഹോം ഡിപ്പോയിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വീട് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ സാധനം കിട്ടും. എല്ലാ സാധനവും ഇപ്പൊ കർപ്പൂരം വരെ ഹോം ഡിപ്പോയിൽ കിട്ടും. ആമസോണിലൊക്കെ ഇപ്പൊ വീട് ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്ന ഒരു സിസ്റ്റം കേട്ടായിരുന്നു. പക്ഷെ കാനഡയിൽ അതങ്ങനെ അത്ര ലാസ്റ്റായിട്ട് വന്നിട്ടില്ല ഇതുവരെ. ഒരു 10 വർഷത്തിനുള്ള എല്ലാ സ്ഥലത്തും അത് വരുമായിരിക്കും അല്ലേ? പക്ഷെ അതിന്റെ ഡ്യൂറബിലിറ്റി ഒക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അനുസരിച്ചിട്ടായിരിക്കും. അപ്പൊ നമ്മൾ വീട് വെക്കുന്ന നമുക്കൊരു അസറ്റ് എന്നുള്ള രീതിയിലല്ലേ വെക്കുന്നത്. നീ കുടിക്കണം എന്ന് പറഞ്ഞില്ലേ? വേണ്ട, ആർക്കും ചായ ഒന്നും വേണ്ടല്ലോ. പിന്നെ അപ്പം അബ്ദുവിന് പിന്നെ അബ്ദുവിനെന്താ ചായ ഇഷ്ടപ്പെടാതിരുന്ന? കുടിച്ചില്ലല്ലോ. കാരണം എന്താ പറഞ്ഞാല് എനിക്കെപ്പോഴും ഈ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ പറഞ്ഞാൽ അവിടെ നമുക്കൊരു ലേണിങ് അങ്ങനെ പോണം. അപ്പൊ നമുക്ക് ക്രിട്ടിസൈസിങ്ങിലൂടെയാണ് നമുക്ക് ചില കാര്യങ്ങളെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ശരിക്കും ഇപ്പം വിന്റർ കഴിഞ്ഞ് വരുന്നോണ്ടാണ് ഇങ്ങനെ മരങ്ങളൊക്കെ ഇല പൊഴിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലുള്ളത്. അല്ലാത്ത സമയത്ത് എല്ലാം പച്ചപ്പായിരിക്കും. അങ്ങോട്ട് കയറി എത്താനുള്ള ഒരു റീസൺ അത് തന്നെയാണ് കേട്ടോ. കാരണം എന്നെ കുറിച്ച് ഞാൻ പിന്നെ ഗൾഫിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ എല്ലാം ഓക്കെയാണ് എക്സെപ്റ്റ് വെതർ. ഓരോ രാജ്യങ്ങളിൽ ഓരോ ക്ലൈമറ്റ് ഉണ്ടാവും, അതൊക്കെ ദൈവ സൃഷ്ടിയാണ്. അതിന് ഓരോ റീസണും ഉണ്ടാവും. അപ്പൊ കുറച്ച് പച്ചപ്പിൽ നിന്ന് വർക്ക് ചെയ്യാന്നുള്ള രീതിയിലാണ് ഇവിടെ എത്തിയത്. പിന്നെ നമ്മളിപ്പോ ഇങ്ങനെ പറയണ്ടല്ലോ, ഇങ്ങനെ എന്താ പറയാ ഇവിടെ ഇങ്ങനെ മോശം സിറ്റുവേഷൻ ആണ് കാര്യങ്ങളൊക്കെ. എന്നാലും നമ്മൾ ചിലപ്പോ ഇവിടെ നിന്ന് വിട്ടുപോകാൻ ഒരു മടിയില്ലേ? എന്താ അഭിപ്രായം? കാരണം എന്താ പറഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രകൃതി ഭംഗിയും കാര്യങ്ങളൊക്കെ കൊണ്ടേ നമ്മളിങ്ങനെ എത്ര സേവിങ്സ് ഉണ്ടാക്കി, അതായത് ഇവിടെ കാലാകാലം വർക്ക് ചെയ്യണം അങ്ങനൊക്കെയാണ്. അല്ലെങ്കിൽ പക്ഷെ ബിൽഡിംഗ് വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഒരു നാട്ടിൽ ഇപ്പോൾ കോഴിക്കോട് ഒരു സ്ഥലത്ത് മാസം വാടക ഒരു $60,000 കിട്ടുന്ന ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് അല്ലെങ്കിൽ അല്ല 60,000 രൂപയ്ക്ക്
വേണ്ടിട്ട് വരാം. അങ്ങനെ ബിൽഡിംഗ് കൂടെ വാങ്ങണമെങ്കിൽ എത്ര ബിൽഡിംഗ് കൂടെ ആ കോടി കൊടുക്കേണ്ടി വരും. എത്ര കോടി കൊടുക്കേണ്ടി ആ എത്രന്നുള്ള ഡിപ്പെൻസ് സ്ഥലത്തിനനുസരിച്ചൊക്കെ അല്ലേ, സ്ഥലം ലൊക്കേഷനും. ഒരു 4 സെന്റ് 2 നില ബിൽഡിംഗ് എത്ര ആവും? അത് നമുക്ക് കറക്റ്റ് പറയാൻ കഴിയില്ലല്ലോ അവനെ. കാരണം എന്താ പറഞ്ഞാല് ചിലത് ബസ് സ്റ്റാൻഡിന്റെ അടുത്തുണ്ടാവും, കുറച്ച് ഉള്ളോട്ട് ഏരിയ ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ചിട്ടല്ല മാർക്കറ്റിന്റെ വാല്യൂ ഒക്കെ വരും. അപ്പൊ അവിടെ നമ്മളൊരു വാടക കിട്ടി എത്ര രൂപ പ്രതീക്ഷിക്കുന്നത്? 5 കോടി മൊത്തത്തിൽ കഴിഞ്ഞാൽ 40 ലക്ഷം 45 രൂപ. അബ്ദുവിന്റെ അഭിപ്രായം എന്താ ട്രിവാൻഡ്രം സിറ്റിയെ പറ്റി പറയുന്നുണ്ടെങ്കിൽ? നമുക്കൊരു ട്രിവാൻഡ്രം സിറ്റി ഒരു സിറ്റി മെയിൻ അല്ലെ മണക്കാട് ജംഗ്ഷനിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് വാങ്ങണം, എത്ര രൂപ? ജസ്റ്റ് ഒരു മിനിറ്റ്, അബ്ദുവിന്റെ അഭിപ്രായം. എത്ര നിലയുള്ള? 2 നില, 4 സെന്റ് സ്ഥലം, 2 നില, 5 ഷോപ്പ് ഇടാനുള്ള ഒരു സ്പേസ്. 60-70 ലക്ഷം മണക്കാട് സെന്ററിൽ കിട്ടും. 60 ലക്ഷത്തിന് 4 സെന്റ് അല്ലേ? 60 ലക്ഷം കിട്ടുമെന്നാണ്. 60 ലക്ഷത്തിന് കിട്ടും, 60-70 ലക്ഷത്തിന് കിട്ടും. പക്ഷേ അത്ര അതിന് മേലെ വരും. തെറ്റാണ്. എനിക്ക് സ്ഥലമുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മണക്കാട് ജംഗ്ഷനിലാണോ? മണക്കാട് ജംഗ്ഷനിലല്ല, ഉണ്ടായിരുന്നു എനിക്ക് അവിടെ സ്ഥലം. മണക്കാട് ജംഗ്ഷനിൽ എവിടെയാണ്? മണക്കാട് ജംഗ്ഷനിലാണ്. മണക്കാട് ജംഗ്ഷനിൽ പണ്ട് സ്ഥലം ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് ഇപ്പോൾ ഉള്ള രീതിക്കാണ് പറയണത്. പക്ഷേ അതെനിക്ക് കൺവീൻസ് അല്ല. 60 ലക്ഷത്തിന് കിട്ടത്തില്ലെന്നാണ്. അത് അന്ന് വാങ്ങിയതായിരിക്കും ചിലപ്പോ, ഇപ്പോഴല്ല. ഇന്നത്തെ റേറ്റ് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ 1 കോടി പേരാണോ പറയുന്നത്? 1 കോടി മേലെ വരും, 1.5 കോടി ഉണ്ട്. കാരണം 4 സെന്റാണ്. കാരണം നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു മണക്കാട് വലിയ പള്ളി, 1 സെന്റിന് ഇപ്പോൾ 25 ലക്ഷം അങ്ങനെ എന്തോ ആണോ? എത്ര, 25ആണോ 20ആണോ? 30 ലക്ഷം ഒക്കെ ഉണ്ട്. അത് ഡിഫറൻസ്. മെയിൻ റോഡ് സൈഡ് ആണെങ്കിൽ 35-40 വരും. അല്ലേ? അപ്പൊ വ്യൂവേഴ്സ് കമന്റ് അടിക്കോ ട്രിവാൻഡ്രമുള്ള? ഈ ടൈം ലാപ്സ് ഇല്ലേ, നമ്മൾ ഓടുന്നതില് സെറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, അത് കാര്യമില്ലല്ലോ. അതായത് ഇപ്പൊ നമ്മള് ഇപ്പൊ നമ്മളിത് ഇങ്ങനെ പോവാണ്, ഇവിടെ ടൈം ലാപ്സ് സെറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. കാരണം ഒന്നാമത് വണ്ടി മൂവ് ചെയ്ത് പോവല്ലേ, അതിന്റെ കൂടെ ഇത് ഇല്ല. കാരണം എന്താ വെച്ചാൽ വണ്ടി ഓൾറെഡി ഒരു സ്പീഡിൽ പൊക്കോണ്ടിരിക്കും.